2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അതിന് മുമ്പത്തുള്ള വാക്ക്, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവർത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് അപ്പോസ്തലൻ പറയുന്ന ഈ വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഫിനാൻസുമായ ഏരിയക്കകത്താണ്, ഫിനാൻഷ്യൽ ഏരിയക്കകത്താണ്, കൊടുപ്പിൻ എന്ന വാക്കിനകത്താണ്. ബട്ട് ഐ ടെൽ യു വൺ തിങ്, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഫിനാൻസ് മാത്രം കൊടുക്കുന്നവരായ ഒരു അഭിഷക്തൻ മാറരുത്, ദൈവവൈതൽ മാറരുത്, ഒരു മാൻ ഓഫ് ഗോഡ് മാറരുത്. സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്ന യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും യഹോവയ്ക്ക് ശക്തിയും കൊടുപ്പിൻ. ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്ത് കൊടുക്കണമെന്ന് ഇന്ന് നിങ്ങൾ തീരുമാനിക്കുന്നോ അത് വലിയ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകാൻ പോവുകയാണ്. ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹെൽത്ത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഐ ടെൽ യു, ഹെൽത്തി ഏരിയ, നിന്റെ രോഗത്തിന്റെ മേലുള്ള വിജയമാണ് ആ സെക്കൻഡിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ഫിനാൻസ് കൊടുക്കുകയാണെങ്കിൽ സാമ്പത്തിക മേഖലയിലുള്ള വിടുതൽ സംഭവിക്കുന്നു. എന്നാൽ നിങ്ങളെ തന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ഡിമോണിക് സോഴ്സുകളെ, ഡിമോണിക് ഏരിയാസിനകത്തുള്ള പവർ ഹൗസുകളെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. ബിക്കോസ് ബൈബിൾ ഇങ്ങനെ പറയുന്നു, അത് യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് കൊടുപ്പിൻ. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ലൈഫിലെ എല്ലാ സ്ട്രഗിളുകളിലും യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് നിങ്ങളെ കൊടുക്കുവിൻ. ഗീവ് യുവർ സെൽഫ് ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. എന്നാൽ അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതിയുണ്ട്. ജസ്റ്റിസ് വിൽ ബി ഡിലൈഡ് ബട്ട് നോട്ട് ഡിനൈഡ്. നീതി നിങ്ങൾക്ക് വൈകി എന്ന് വിചാരിച്ചാലും അതൊരിക്കലും നിഷേധിക്കപ്പെടത്തില്ല. അതൊരു സിസ്റ്റമാണ്, അത് ലോകത്തിന്റെ സിസ്റ്റം പറയുന്നതാണെങ്കിൽ ദൈവത്തിന്റെ നീതി. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്നോടുള്ള ദൈവത്തിന്റെ നീതി, നിന്റെ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ നീതി, നിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ നിൽക്കുന്ന ദൈവിക നീതിയെ കർത്താവ് ഈ സീസണിൽ പൂർത്തീകരിക്കും. അതെ, യഹോവയ്ക്ക് കൊടുപ്പിൻ, നിങ്ങളുടെ ലൈഫിനെ കർത്താവിന് കൊടുക്കട്ടെ. ഞാനിത് പറയുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ലഭിക്കാത്ത നീതിയെ ദൈവം റിലീസ് ചെയ്യാൻ പോവുകയാണ്. believing the justice from the heaven, സ്വർഗത്തിന്റെ നീതിയെ ദൈവം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ.